കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ ഇങ്ങനെ ഒരു വൃദ്ധയായ ഒരു അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു കാവലാളായി പിണറായി വിജയനുണ്ട് എന്ന് പറയുന്ന, ഒരു കാർന്നവരായി പിണറായി ഉണ്ട് എന്ന് പറയുന്നത് കേരള മനസ്സാക്ഷിയിലേക്ക് വലിയ രീതിയിൽ തറച്ചു വന്ന ഒരിടപെടലായിരുന്നു ആ വാർത്ത. പിണറായി ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം വന്നാൽ CPIM LDF ഹാൻഡിലുകൾ പരിപൂർണമായി നാഥനില്ലാ കളരിയാകുമെന്ന് പറയുന്നിടത്ത് ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ എത്ര അതികായന്മാരാണ് ഉള്ളത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പിണറായിക്ക് പിന്നാലെ എപ്പോൾ ഒരു പേര് വരണമെങ്കിലും ആ പേര് ഒരു സ്ത്രീയുടേതാണ്. ശൈലജ ടീച്ചറെ പിണറായിക്ക് പിൻഗാമിയായി പറഞ്ഞു വെക്കാൻ കേരള രാഷ്ട്രീയ മണ്ണ് തുടങ്ങിയിട്ട് കാലം എത്രയായി? മറുചേരിയിൽ ഒരു സ്ത്രീയുടെ പേര് എങ്ങുമില്ല എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ ആശയമുണ്ട്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരുന്നു, ആരോഗ്യം എന്ന് പറയുന്ന കറകളഞ്ഞ വകുപ്പിനെ അങ്ങനെയാക്കി തീർന്ന ടീച്ചർ ആ വകുപ്പ് ഏറ്റെടുക്കുന്നു. നോക്കൂ, രാഷ്ട്രീയ കേരളം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്ത്രീ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിക്കുന്ന നാള്, അതിനൊപ്പം അവർ ചേർത്ത് ആരോഗ്യം എന്ന വകുപ്പ് കൂടി കൈവശം വെക്കുമ്പോൾ ഈ നാടിനുണ്ടാവുന്ന ഒരു പവർ, ഒരു ചേഞ്ച് എന്തായിരിക്കും അത്? അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററായി തോമസ് ഐസക് തിരിച്ചു വരുന്നത്, വി ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇന്ന് കറകളഞ്ഞ രാഷ്ട്രീയ മുഖമായി ഈ നാട്ടിൽ മാറിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും ട്രോളിന് പാത്രമായൊക്കെ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ശിവൻകുട്ടി, അങ്ങനെയാണല്ലോ, ഓരോ സമയത്തും അങ്ങനെയാണ്. ആദ്യ സമയത്ത് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമേജ് പോലുമല്ലത്. ഇപ്പോ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ഹാൻഡിൽ ചെയ്ത വിധത്തെക്കുറിച്ചാണ്. ആരോഗ്യവും അതുപോലെ തന്നെ പൊതുമരാമത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുറുപ്പ് ചീട്ടായി മാറിയപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് വലിയ രീതിയിൽ ക്ലീൻ ചീട്ട് എടുത്ത് നിൽക്കുകയാണ്. വി ശിവൻകുട്ടി ഫോറസ്റ്റിലേക്ക് മാറുന്നു. ഫോറസ്റ്റ് വനം വകുപ്പ് മന്ത്രിയായി വി ശിവൻകുട്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ മാറ്റങ്ങൾ ആ വകുപ്പിലുണ്ടാകും. കാരണം ഇപ്പോൾ ആ വകുപ്പ് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നതായി പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചില വാർത്തകളൊക്കെ അസ്വാരസ്യങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കുന്നുമുണ്ട്. നിലപാടുറച്ച ഒരു രാഷ്ട്രീയക്കാരൻ ആ വകുപ്പിലേക്ക് വരണം എന്ന് വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന മേഖല ചിന്തിക്കുന്നുമുണ്ട്. ആഭ്യന്തര വകുപ്പ് ജി സുധാകരൻ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആശ പങ്കുവെച്ചത്. നോക്കൂ, ജി സുധാകരൻ, ഒരു കാര്യം നമ്മൾ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. ഏതൊരു മേലാളനെയും ഏതൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒരു രീതിയിലും മുഖവിലക്കെടുക്കാതെ തൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ മാത്രം സമീപിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഈ നാടിനോട് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലെ നിയമസഭാ സ്പീക്കർ ഷംസീർ, വ്യവസായ വകുപ്പ് മന്ത്രിയായി ഷംസീർ വരുമ്പോൾ വീണ്ടും ഒരു ചെറുപ്പം വ്യവസായത്തോട് ചേർന്ന് നിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി M സ്വരാജ് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരോക്ഷമായെങ്കിലും ചർച്ച ചെയ്യുന്നതാണ്. M സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ പോലും വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. സ്വരാജ് മന്ത്രിസഭയിലേക്ക് വന്നാൽ ഏത് വകുപ്പ്? അങ്ങനെ രാഷ്ട്രീയ ബോധ്യമുള്ളവരെല്ലാം ചാർത്തി കൊടുക്കുന്ന ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം. M സ്വരാജ് എന്ന പക്വതയാർജിച്ച, കൃത്യമായി കാര്യങ്ങൾ പറയുന്ന, വിദ്യാഭ്യാസമുള്ള, വായനാശീലമുള്ള, ഏതൊരു വിഷയത്തെയും വലിയ നല്ല ചിന്താഗതിയോടെ സമീപിക്കുന്ന M സ്വരാജ് മൂന്നാം വട്ടം LDF വന്നാൽ അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുഹമ്മദ് റിയാസ് സ്പോർട്സ് മന്ത്രിയായി വരുമ്പോൾ
അങ്ങനെ ഒരു സാധ്യത കൂടി വന്നാൽ സ്പോർട്സിലും റിയാസിൻ്റെ ഇടപെടലുകൾ വലിയ രീതിയിൽ നടത്താൻ സാധിക്കും. ഇങ്ങനെ CPM മന്ത്രിമാരെ കൃത്യമായി ചിട്ടയോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴേ സജ്ജമാണ് CPIM LDF മുന്നണിക്ക് നൽകുന്ന കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ പിണറായി അങ്ങ് മാറേണ്ടി വന്നാൽ, പിണറായി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നാഥനില്ല കളരിയായി പോകുമെന്ന് പറഞ്ഞ് അവശേഷിപ്പിക്കാൻ ഇത് മറുചേരിയിലുള്ള UDFിലെ കോൺഗ്രസ് അല്ല.